തിരുവനന്തപുരം കവടിയാറിൽ SS കോവിൽ റോഡിൽ താമസിക്കുന്നവരുടെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ കുടിവെള്ള പ്രശ്നമാണ്. കുടിവെള്ള പ്രശ്നം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. എത്ര നാളായി? ഏകദേശം 8-9 മാസം കൊണ്ട് നമുക്ക് രാവിലെ വെള്ളം നിന്നാൽ വെളുപ്പാങ്കാലം 3 മണിക്കാണ് വെള്ളം വരുന്നത്. ഒരു 5 മണിയാവുന്നതിന് മുമ്പ് എൻ്റെ വീട്ടിലൊക്കെ നിൽക്കും. എൻ്റെ കിച്ചണിലൊക്കെ വെള്ളം ഞാൻ കണ്ടിട്ട് ഒത്തിരി നാളായി. ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് 3 ദിവസം കൊണ്ട് നമുക്ക് വെള്ളമില്ലാത്തൊരു ദുരവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിന്ന് രാവിലെ തന്നെയും ഈ കുഞ്ഞു കുട്ടിയെയും കൊണ്ട് നമ്മൾ ബന്ധുക്കളുടെ വീട്ടിൽ പോയിട്ടാണ് കുളിച്ചിട്ടൊക്കെ വന്ന് എല്ലാം റെഡി ചെയ്ത്. കാരണം ഒരു ഫുഡോ ഒന്നും ഉണ്ടാക്കാൻ പറ്റാത്തൊരു നിസ്സഹായാവസ്ഥയാണ് നമ്മുടെ ഇപ്പോൾ ഉള്ളത്. കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണോ ഇപ്പോൾ ഈ പണി നടക്കുന്നത്? പുതിയ പൈപ്പ് ഇട്ടത് അതിന് വേണ്ടിയിട്ട്. അത് ഈ ഇലക്ഷൻ പ്രമാണിച്ച് അതിന് ഒരാഴ്ചക്ക് മുമ്പേ വന്ന് എല്ലാം ഇളക്കിയിട്ട് എന്നിട്ട് ഒന്നും ഇതുവരെ ചെയ്തതുമില്ല. ആ പൊടിയും വീട്ടിൽ താമസിക്കാൻ വയ്യാത്തൊരു കണ്ടീഷനാണ്. കൊച്ചു കുട്ടിയൊക്കെ ഉള്ള വീടാണ്. ഈ കൊച്ചു ഇടവഴി വരെ പൊട്ടിച്ചിട്ട് ആദ്യമേ തന്നെ പറഞ്ഞു ഇങ്ങനൊരു വർക്ക് എടുക്കരുത്, മെയിൻ റോഡിൽ നിന്ന് തന്നെ കണക്ഷൻ ഇതിലോട്ട് കൊടുക്കണം, അതുപോലെ ഇവിടുത്തെ പൈപ്പ് മാറ്റണം. അതല്ല ഇത് ചെയ്ത് നോക്കിയാൽ ഇത് ശരിയാകുമെന്നും പറഞ്ഞ് അവർ പരീക്ഷണം ചെയ്തതായത്. പരീക്ഷണം ചെയ്തെന്ന് പറഞ്ഞാൽ അവർക്കറിയാൻ വയ്യ ഇതിനകത്ത് വരുന്ന വെള്ളം എത്രമാത്രം ഉണ്ട്, ഇങ്ങോട്ട് കുടുംബം എത്രയാണ്, ഇതൊക്കെ കൂടെ ചിന്തിച്ചിട്ടുണ്ട്. ഈ വർക്ക് ഇപ്പം പാഴായി. മേളത്തെ ടാങ്കിലൊക്കെ വെള്ളം കയറിയിട്ട് മാസങ്ങളായി, ഏകദേശം 1 വർഷത്തിന് മേളിലാവാൻ പോകുന്നു. ഡയറക്റ്റ് കയറിയിട്ട് നമ്മളിങ്ങനെ ഉറക്കം ഒഴിഞ്ഞിരുന്നാണ് താഴെ ഫില്ല് ചെയ്തിട്ട് മേളിലോട്ട് അടിച്ച് കയറ്റി നിറച്ച് നമ്മൾ കിടക്കുന്നത്. ഉറക്കമില്ല ഇപ്പം നമുക്ക്. ആരോടൊക്കെ പരാതി പറഞ്ഞു? അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഞങ്ങൾ നേരിട്ട് കണ്ടുപോയി സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് ഈ പുതിയ ലൈൻ AC ലൈൻ മാറ്റിയിട്ട് PVC ലൈൻ ഇടുമ്പോൾ സെയിം ഡയമെൻഷനാണ്. ആ PVC ലൈൻ ഇടുമ്പോൾ പ്രഷർ കിട്ടുമെന്നാണ് പറഞ്ഞത്. കുടിവെള്ളത്തിൻ്റെ സ്റ്റോറേജിന് ഒരു തടസ്സമില്ല, ആവശ്യം പോലെ വെള്ളമുണ്ട്, നിങ്ങൾക്ക് വെള്ളം എത്തിക്കാം എന്ന് പറയുന്നതല്ല. ഞങ്ങൾക്കിപ്പോൾ കഴിഞ്ഞ വർഷത്തേനേക്കാൾ വളരെ രൂക്ഷമായിരിക്കുകയാണ്. നമ്മളിൽ ഒരാൾ നമുക്ക് വേണ്ടി നമ്മളോടൊപ്പം. കവടിയാർ വാർഡിൽ LDFന്റെ സ്ഥാനാർത്ഥി സുനിൽകുമാറിന്റെ വാഗ്ദാനമായിരുന്നു. കവടിയാറിനോടൊപ്പം കരുതലോടെ കൂടെ ഞാനും. NDA സ്ഥാനാർത്ഥി S മധുസൂദനൻ നായരുടെ വാഗ്ദാനമായിരുന്നു. നല്ലതേ വരൂ എന്ന് UDF സ്ഥാനാർത്ഥി K ശബരിനാഥൻ വാഗ്ദാനം നൽകി. ശബരിയാണ് ജയിച്ചത്. SS കോവിൽ റോഡിലെ നാട്ടുകാരുടെ കുടിവെള്ള പ്രശ്നം പരിഹരിച്ചേ പറ്റൂ. ഈ നഗരത്തിലേക്ക് വരുന്ന വെള്ളത്തെ റെഗുലേറ്റ് ചെയ്യുകയാണ്. ഈ റെഗുലേറ്റ് ചെയ്ത് വാൽവ് റെഗുലേറ്റ് ചെയ്യുന്നത് അത് വളരെ കൃത്യമായിട്ട് തന്നെ അത് ഈ അടക്കമുള്ള ആളുകൾ ഇടപെട്ടുകൊണ്ട് ഇവിടെ വെള്ളം കൊടുക്കുവാനുള്ള സംവിധാനം ചെയ്യണം. പഴയ പൈപ്പ് ലൈൻ മാറ്റി പുതിയ പൈപ്പ് ലൈൻ്റെ പ്രോജക്റ്റ് വരുമ്പോൾ കൂടുതൽ കുടിവെള്ളം എത്തുമെന്നുള്ളൊരു അനാലിസിസാണ് നമുക്കുള്ളത്. രതീഷ് വെൺപക്കലിനൊപ്പം TS ഹരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.